അതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ കീഴടക്കുകയായിരുന്നെങ്കിൽ രാജാവിന് ഭടന്മാർ നഷ്ടമാവില്ലായിരുന്നു. അതുപോലെ തന്നെ അംഗബലം കൂട്ടുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളെ കീഴടക്കുകയും ചെയ്യാം. ഇത് കേട്ട രാജാവിന് തന്റെ തെറ്റ് മനസ്സിലായി. എല്ലാ കാര്യത്തിലും ക്ഷമ എന്ന് പറയുന്ന സാധനം വേണമെന്നും അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അതുപോലെ തന്നെ തിടുക്കവും എടുത്തുചാട്ടവും എല്ലാം ഒഴിവാക്കണമെന്നും രാജാവിന് മനസ്സിലായി. അങ്ങനെ സന്യാസി കഥ അവസാനിപ്പിക്കുകയും ചെയ്തു. സന്യാസി പറഞ്ഞു, നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ജീവിതത്തിൽ വിജയിക്കാൻ ക്ഷമ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. നീ ഒരു മാവിന്റെ വിത്ത് നട്ടു, അടുത്ത ദിവസം തന്നെ അതിൽ നിന്ന് മാങ്ങ നിനക്ക് ലഭിക്കില്ല. അതിന് കുറച്ച് സമയമെടുക്കും. അതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളമിടണം, അതിനെ പരിപാലിക്കണം. അതിനുശേഷം കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം നിനക്ക് മാങ്ങ ലഭിക്കും. അതുപോലെയാണ് നീ ലൈഫിൽ വിജയിക്കുന്ന കേസും. അതിനുവേണ്ടി നിരന്തരം കഷ്ടപ്പെടണം, അധ്വാനിക്കണം, ഒടുവിൽ നിനക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നേടിയെടുക്കാൻ നോക്കുക, അതിനുശേഷം വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനും നോക്കുക. അല്ലാതെ ക്ഷമയില്ലാതെ വലിയ കാര്യങ്ങൾ ആദ്യം തന്നെ നേടിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ രാജാവിനെ കൂട്ടായി പോകും, നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ ഓരോ ഏരിയയിലും നമ്മൾ ക്ഷമ ആദ്യം ആ പ്രോസസ്സ് മനസ്സിലാക്കുകയും ദെൻ അത് പ്രോപ്പറായി നല്ല കൺസിസ്റ്റന്റ് ആയി ചെയ്യുകയും നോക്കുക. ശരിയായ സമയം വരുമ്പോൾ എല്ലാം നിന്നെ തേടി വരും. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം, അതിനെല്ലാം നീ മറികടക്കുക. റിസൾട്ട് നോക്കി ഒരിക്കലും സാടാവാതെ ഇരിക്കുക. പകരം നമ്മളെടുത്ത എഫോർട്ട് നോക്കി അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. ബി പേഷ്യന്റ് ആൻഡ് എൻജോയ് ദ ജേർണി ഓഫ് ലൈഫ്, ബിക്കോസ് പേഷ്യന്റ് ഈസ് കീ ടു സക്സസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ പുതിയ പുതിയ കണ്ടന്റുമായിട്ട് ഞാൻ എന്നാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.